ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് യെസ് ബാങ്കിനെ കുറിച്ചാണ്. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുറേ കാലങ്ങളായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് യെസ് ബാങ്ക്. പേഴ്സണലി നമ്മളും ആ സ്റ്റോക്കിനെ കൊണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളത്. അതുപോലെ റിസൾട്ടിന് ശേഷം സ്റ്റോക്കിൽ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. ഏകദേശം 26 രൂപയിലേക്കൊക്കെ പോയിട്ട് വീണ്ടും നെഗറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന റിസൾട്ട് അനലൈസ് ചെയ്യുക. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇയർ ഓൺ ഇയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2.3% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടറിൽ 4.8% ഒരു ഇൻക്രീസാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കാണുന്നത്. അതുപോലെ നോൺ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് മൈനസിലാണ്. ക്വാർട്ടറിൽ -1.3%. ഇയർ ഓൺ നോക്കുമ്പോൾ 12% അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 864 കോടിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 801 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ ക്വാർട്ടറിൽ 7.8% ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇയർ ഓൺ നോക്കുമ്പോൾ -5%. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രൊവിഷൻസാണ്. പ്രൊവിഷൻസിന് വേണ്ടി ഈ പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്പെൻസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പ്രൊവിഷൻസിന് വേണ്ടി കുറച്ച് തുക മാറ്റി വെക്കും. ആ പ്രൊവിഷൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുകയാണ് 555 കോടി രൂപ. കഴിഞ്ഞ പ്രാവശ്യം അത് 500 കോടി മാറ്റി വെച്ചിട്ടുണ്ടായി. അതിന് മുമ്പ് 845 കോടി മാറ്റി വെച്ചിട്ടുണ്ടായി. ഇങ്ങനെ മാറ്റി വെക്കുന്ന തുകയാണ് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയുന്നത്. അപ്പോൾ ഇത് ടാക്സ് കുറയും. അപ്പോൾ ഇത്തവണ നോക്കാൻ നേരത്ത് 231 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നോക്കുമ്പോൾ 225 കോടി രൂപയായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 52 കോടിയായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊവിഷൻസിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന തുകയിലും ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ 555 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചില്ലെങ്കിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ 555 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർ വന്നപ്പോൾ 500 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതുപോലെ തന്നെ അവർ പ്രൊവിഷൻസിന് വേണ്ടി ഇത്ര തുക മാറ്റി വെക്കുന്നുമുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. 2.8% ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇയറിൽ നോക്കുമ്പോൾ 349.2% കഴിഞ്ഞ ഇയർലി 52 കോടിയിൽ നിന്ന് 231 കോടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൊവിഷൻസും അവർ മാറ്റി വെക്കുന്നുണ്ട്. അതാണ് ഈ റിസൾട്ടിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനൊക്കെ 2.4%, കഴിഞ്ഞ തവണ 2.3% നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് എന്ന് പറഞ്ഞത് 4.2% ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. ഇയർ ഓൺ നോക്കുമ്പോൾ 10.7% അസറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഈ ക്വാർട്ടറിൽ പരിശോധിക്കുമ്പോൾ, അതുപോലെ കാസ എന്ന് പറഞ്ഞ കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ടുകളാണ്. കാസ മൊത്തം നോക്കുമ്പോൾ 4% ഈ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇയറിൽ 12% കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കറണ്ട് അക്കൗണ്ട് 0.8% ഈ ക്വാർട്ടറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇയറിൽ നോക്കുമ്പോൾ 12% കറണ്ട് അക്കൗണ്ട് ഇൻക്രീസ് ആയതിനെക്കുറിച്ചാണ് കാണുന്നത്. അതുപോലെ സേവിങ് അക്കൗണ്ട് 6.9% ഇയർ ഓൺ നോക്കുമ്പോൾ 12%. കാസ റേഷ്യോ എന്ന് പറയുന്നത് 29.7%. കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് 29.4% ആയിരുന്നു. നമുക്ക് ടേം ഡെപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോൾ ടേം ഡെപ്പോസിറ്റ് 2.8% ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇയർലി 13.6% ഇൻക്രീസ് ആയിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 3.2% ക്വാർട്ടറിൽ. അതുപോലെ ഇയർലി 13.2%. ടോട്ടൽ ഡെപ്പോസിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഇൻക്രീസ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത് NPA സംബന്ധിക്കുന്ന കാര്യമാണ്. നെറ്റ് NPA, ഗ്രോസ് NPA. ഗ്രോസ് NPA എന്ന് പറഞ്ഞാൽ 2%. കഴിഞ്ഞ ക്വാർട്ടറിൽ 2% ആയിരുന്നു. അതുപോലെ നെറ്റ് NPA 0.9 അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിലും 0.9 സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ് സാധിക്കുന്നത്. NPA സംബന്ധിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ NPA കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം. NPA എന്ന് പറയുന്നത് കിട്ടാക്കടം എന്ന് പറയുന്ന സാധനമാണ്, നോൺ പെർഫോമിംഗ് അസറ്റാണ്. അത് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട സാധനമാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോസ്. RBI പറയുന്ന കരുതൽ മൂലധനമായിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ടയർ 1 റേഷ്യോയും ടയർ 2 റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഡൗൺ ആവുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ടയർ 2 റേഷ്യോ 4.2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 3.7 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CAT1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 13.1 നിന്ന് 12.6 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 37.2% ബാങ്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. FDI ഹോൾഡ് ചെയ്യുന്നത് 12.9%. അതുപോലെ തന്നെ
റീറ്റെയിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ 29.5% ഹോൾഡ് ചെയ്യുന്നു. FPA 10.9% ഹോൾഡ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റുകൾ 2.1%, ഇൻഷുറൻസ് കമ്പനികൾ 4.6%, അതിൽ അതേഴ്സ് എന്ന് പറയുന്നത് 2.8% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ റിസൾട്ട് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളിലായിട്ട് പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. അപ്പോൾ ഒരു ബ്രേക്കൗട്ടൊക്കെ കിട്ടി മുകളിലേക്ക് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി റിസൾട്ടുകൾ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നെറ്റ് പ്രോഫിറ്റിലേക്ക് നല്ല രീതിയിലേക്ക് വരും, ഒരു 4 ഡിജിറ്റിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.